ഹലോ 10th CBSE കെമിസ്ട്രിയിലെ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആയ ബേണിംഗ് ഓഫ് മഗ്നീഷ്യം റിബൺ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് കെമിക്കൽ ചേഞ്ചസ് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. അതിനായി നമ്മളൊരു മഗ്നീഷ്യം റിബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 3 to 4 സെൻറ്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സാൻഡ് പേപ്പർ എടുക്കുക. ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മഗ്നീഷ്യം റിബണിനെ റബ്ബ് ചെയ്യുക. കെമിസ്ട്രിയിലെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ഈ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് നമ്മൾ റബ്ബ് ചെയ്യുന്നത്? നമുക്കറിയാം മഗ്നീഷ്യം എന്ന് പറയുന്നത് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. ഈ ഒരു എലമെൻറ്റ് നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഒരു തിൻ ഫിലിം നമുക്കിതിൻ്റെ മുകളിൽ ഫോം ചെയ്യുകയും അതുമൂലം നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാതെ വരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മഗ്നീഷ്യം ഓക്സൈഡിനെ റിമൂവ് ചെയ്യാനായിട്ട് സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്യുന്നത്. നമ്മുടെ അയണിന് മുകളിൽ റസ്റ്റ്, അതായത് തുരുമ്പുണ്ടാകുന്നതും ഈ സെയിം ഫിനോമിനയിലൂടെയാണ്. ഇത് കണ്ടോ, മഗ്നീഷ്യം ഒരു വൈറ്റ് ഡാസ്ലിംഗ് ഫ്ലെയിമിലാണ് കത്തുന്നത്. ഈ മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്തപ്പോൾ നമുക്ക് വൈറ്റ് കളറിലുള്ള ഒരു പൗഡറാണ് ഇവിടെ പ്രൊഡക്റ്റായിട്ട് കിട്ടിയത്. ഈ വൈറ്റ് കളറിലുള്ള പൗഡറാണ് മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ മഗ്നീഷ്യം ബേൺ ചെയ്തപ്പോൾ നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടി. അപ്പം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ ഓക്സിജൻ എവിടെ നിന്ന് വന്നു, അതായത് ഓക്സൈഡ് എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളത്. ഏതൊരു വസ്തുവും ബേൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഓക്സിജൻ്റെ സഹായം വേണം. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്നിട്ടാണ് ഇവിടെ മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്തത്. ഏതൊരു വസ്തുവും ഓക്സിജൻ്റെ സഹായത്തോടു കൂടി ബേൺ ചെയ്ത് ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ആക്ടിവിറ്റിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തു. അതായത് ഹീറ്റും ലൈറ്റും അവിടെ ഫോം ചെയ്തു, അതുപോലെ തന്നെ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടായി. മാത്രമല്ല ഇതിലൊരു സബ്സ്റ്റൻസിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ഒബ്സർവ് ചെയ്തു. ഇതുപോലെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെയും വിഷ്വൽ ലേണിങ്ങിലൂടെയൊക്കെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചാൽ കോൺസെപ്റ്റ് ക്ലിയർ ആവുകയും നമ്മൾ ജീവിതത്തിലുടനീളം നമ്മൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള എക്സൈറ്റിംഗ് വീഡിയോസിനായി ഫോളോ ചെയ്യുക.